അപ്പം ഞാനും എൻ്റെ ഫാമിലിയും പപ്പേൻ്റെ ഫ്രണ്ട് ഫ്രാൻസിസ് അങ്കിളിൻ്റെ ഫാമിലിയും എല്ലാവരും കൂടെ പൂക്കോട് ലേക്കിലേക്ക് ട്രിപ്പ് പോവാണ്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത്. നല്ല പൂരിയൊക്കെ വാങ്ങിച്ചിട്ടാണ് പോയത്. രാവിലെ പൂരി നിന്ന് പോകുമ്പോൾ എന്താ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമ്മളൊരു പൂരിയൊക്കെ ഒരു പിടി പിടിച്ചാണ് പോയത്. അപ്പോൾ ഇതാണ് ഫാബിയോൺ, ഇത് അങ്കിളുടെ ഫ്രാൻസിസ് അങ്കിളുടെ മോനാണ്, ഇത് ആൻറ്റി കേട്ടോ. അപ്പം നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ബത്തേരിയിൽ നിന്ന് നല്ല ദൂരമുണ്ട് പൂക്കോട്ടിലേക്ക്, അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കോടെത്തി നല്ല വെയിലുണ്ട്, നല്ല കാഞ്ഞ വെയിലാണ്. അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എത്രയോ കാലം മുന്നോട്ട് പൂക്കോട് മുന്നേ വന്നത്. അപ്പം ഞാനും അമ്മയും വാത്തി ഇങ്ങനെ പുറകിൽ നടക്കുകയാണ്. അങ്കിളും ഒക്കെ ഫ്രണ്ടിൽ പോയി. പിന്നെ അമ്മയും ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഞാൻ ക്യാമറയൊക്കെ പിടിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ ഇതാണ് എൻട്രൻസിൻ്റെ അവിടെ ഗാന്ധി ഗ്രാമത്തിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, തേന് സംഭവങ്ങൾ, പിന്നെ എക്സിബിഷനൊക്കെ ഉണ്ട്, ചെറിയ അവരുടെ ഈ ഗാന്ധിഗ്രാമം എക്സിബിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളിലോട്ടേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പം ഇതാ നമ്മൾ പൂക്കോട് ലേക്ക് എത്തിയിട്ടോ. പൂക്കോട് ലേക്കിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഇത്ര ദിവസം നേരം വന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കുറേ ബോർഡ്സ് കാണാം. പിന്നെ നടക്കാനുള്ള വഴിയുണ്ട് സൈഡിൽ കൂടെ. അപ്പം സൈഡിൽ ഇരിക്കാനും നടക്കാനും എല്ലാം വഴിയുണ്ട്. ഞാൻ പുറകിലാണ് ക്യാമറ ഒക്കെ പിടിച്ച് നടക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രുദ്രാക്ഷത്തിൻ്റെ കൈയിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടു. ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇത് ഒറ്റമുഖ രുദ്രാക്ഷം, രണ്ട് മുഖ രുദ്രാക്ഷം അങ്ങനെ എന്താണ്, ശരിക്കും റൗണ്ടായിട്ടുള്ള രുദ്രാക്ഷല. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ശരിക്കും തുഴഞ്ഞു പോണ ബോട്ടും കൊണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മളപ്പം നമ്മൾ സേഫ്റ്റി സെക്യൂർ സാധനങ്ങളൊക്കെ നമ്മൾ ധരിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം എടുക്കാൻ തുടങ്ങി. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഫാബിയോൺ മൊത്തം ലേക്കിലേക്ക് നോക്കിയിരിക്കുന്നു. നിറച്ച് പായൽ നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവനകത്തൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ദൂരോട്ടേക്ക് കുറച്ച് ദൂരം വരെ നമുക്ക് നീങ്ങി പോകാൻ പറ്റും. ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ, ഇത് തുഴഞ്ഞു വരുന്ന ചേട്ടൻ. അതുകൊണ്ട് നമ്മൾ ഒട്ടും ബോറടിച്ചില്ല, വെറുതെ ഇരിക്കണമെന്ന് തോന്നിയില്ല. വെള്ളവും നോക്കി. പിന്നെ ആ ചേട്ടൻ കുറേ കാര്യങ്ങൾ അവിടുത്തെ പൂക്കോടിലേക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അവനാണെങ്കിൽ ഫുള്ള് അതിൽ മുഴുകി നിൽക്കുകയായിരുന്നു. അപ്പോൾ സൈഡിലേക്കൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കിയൊക്കെ നിന്ന്. അപ്പോൾ ദൂരോട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല പച്ചപ്പും ഹരിതാപയും എല്ലാം കാണാം. വേറൊരു ബോട്ട് വരെ കാണാം. ഇത് തുഴഞ്ഞു പോണ ബോട്ട് കിട്ടുമ്പോൾ നമ്മൾ കാലും കൊണ്ട് തന്നെ തുഴഞ്ഞു പോകണം. ഈ സൈഡിൽ കാണുന്ന ഈ നെറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ കള്ളികളായിട്ട് തിരിച്ചിട്ട് അതിൽ ഓരോ ടൈപ്പ് മീനുകളാണ് കേട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞാൽ ഈ പായലുകളായിരുന്നു കേട്ടോ. ഈ പായലുകൾ ഇവർക്ക് തടസ്സമാണ്. നമ്മൾ പിന്നെ കുറച്ച് പൊക്കി അതായത് നമുക്ക് അക്കൂറത്തിൽ കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ട്. ഇതിന് ശരിക്കും 20 രൂപയാട്ടോ. നമ്മൾ മാർക്കറ്റിലൊക്കെ ഈ പായലിന് നമ്മൾ അക്കൂറിയത്തിലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങുമ്പോൾ ഇനി 20 രൂപയ്ക്കും 30 രൂപയ്ക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഫാബിയോൻ കുറേ കുപ്പിയിലാക്കി കൊണ്ടുപോയി. അവൻ ബാംഗ്ലൂരിലാണ് കേട്ടോ. അവർ ഫാമിലി എല്ലാവരും കൂടെ ബാംഗ്ലൂർ സെറ്റിലാണ്. അപ്പം അങ്ങ് വെറുതെ കൊണ്ടുപോകാൻ പറ്റില്ല, കുപ്പിയിലാക്കി കൊണ്ടുപോകണം. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ കുറച്ചെടുത്തു. പിന്നെ നമ്മൾ ഫുഡടി നമുക്കിപ്പോൾ ഒരു മുഖ്യ കാര്യമാണല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അവനൊരു ട്വിസ്റ്റഡ് പൊട്ടറ്റോ സംഭവം ചിപ്സ് വാങ്ങാമെന്ന് വിചാരിച്ച്. ഞാനാണെങ്കിൽ സ്വീറ്റ് കോണൊക്കെ വാങ്ങിച്ചു. മൊമോസ് വാങ്ങിച്ചിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നല്ലൊരു തരക്കേടില്ലാത്ത സ്വീറ്റ് കോണായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ കഴിഞ്ഞ ചെന്നൈയിൽ പോയപ്പോൾ അങ്ങനെ ലാസ്റ്റ് കഴിച്ചെന്ന് തോന്നി ഈ സാധനം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു സംഭവം കിട്ടി ഗൈസ്. വേറൊന്നുമല്ല, നമ്മൾ അത്തിപ്പഴം അമ്മ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫിഗ്. അപ്പം നമ്മൾ ഈ വലിയ ഫിഗാണ് കഴിച്ചിട്ടുള്ളത്. ഇതാണ് ആദ്യമായിട്ട് കഴിക്കുന്നത്, ഈ കാട്ടിലെ ഫിഗ്. പിന്നെ ഇവൻ ഈ ട്വിസ്റ്റഡ് പൊട്ടറ്റോ സംഭവം ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഹാപ്പി ആയിട്ട്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാൻ വരുന്നതാണ് നമ്മൾ സിപ്പ് ലൈൻ കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും ഫാബിനോടും കൂടെ അപ്പം തന്നെ ടിക്കറ്റും എടുത്തിട്ട് ഇതിലേക്ക് കയറി. അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പൂക്കോടൊക്കെ ഞാൻ ഇതിന് മുന്നും പോയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ വയനാട്ടുകാരിയായിട്ട് നമ്മളിതുവരെ വയനാട്ടിലുള്ള സിപ്പ് ലൈനിലൊന്നും കയറിയിട്ടില്ല. പല നാട്ടിൽ നിന്ന് വരുന്നവർ ഇവിടെ വന്നിട്ട് സിപ്പ് ലൈനിലൊക്കെ പോകണം നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കയറാൻ പോകണം, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളതിൽ കയറി നിൽക്കുന്നത് ഞാനാട്ടോ. ഞാൻ തന്നെ ഫസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കയറി ഊർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ തേയില തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാം. പിന്നെ ഫാബിയോൺ കയറി, അവനും പോകുന്നുണ്ട്. നല്ല പറക്കുന്ന ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സൗഗന്ധിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഉള്ളൊരു ആളുടെ ഹോട്ടലിൽ കയറി. നമ്മുടെ കസിൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവിടെ കയറി. പിന്നെ ഞാനും അമ്മയും കൂടെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ അവരവിടുത്തെ ഇതൊക്കെ റൂംസൊക്കെ കാണിച്ചു തന്നു. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ തുറന്നിട്ട്. അപ്പം അവിടുത്തെ റൂംസൊക്കെ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ഹോട്ടലിൽ കഴിക്കാൻ വേണ്ടി കയറി. നല്ല അടിപൊളി സർവീസായിരുന്നു മൊത്തത്തിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഫാബിയോണ് അങ്ങനെ എല്ലാവരും സംസാരിച്ചൊക്കെ നിൽക്കുവാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, ഞാനും വിശന്നിരിക്കുകയാണ്. എൻ്റെ മുഖം മാറുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല രീതിക്ക് വിശന്നിരിക്കുകയാണെന്നുള്ളത്. നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റിംഗ് കയറും.
പിന്നെ ഫുഡ് വന്നു, നല്ല കരിമീൻ വറുത്തതും നല്ല ഊണുമാണ് അവർ ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പോൾ പിന്നെ കരിമീനിലേക്ക് കുറച്ചിട്ട് ഞാൻ നോക്കിയിട്ട്, ഞാൻ ഹൈദരാബാദി ബിരിയാണി ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എടുക്കില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ എടുക്കുമല്ലോ, നമുക്ക് നല്ല ഫുഡ് കിട്ടിയെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. അപ്പോൾ അമ്മ അതിങ്ങനെ മുറിച്ച് ഇങ്ങനെ മൊത്തത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത് നമ്മൾ ചൂടാവി പറക്കണ ഹൈദരാബാദി ബിരിയാണി നമ്മുടെ ടേബിളിലേക്ക് എത്തി. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ അറ്റാങ്ങിങ്ങാണ് പിന്നെ ബാക്കി ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ല ജ്യൂസി ആയുള്ള ചിക്കനും അങ്ങനെയൊക്കെ പറയില്ലേ, അതേ ഒരു അവസ്ഥയിലുള്ളൊരു ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ബത്തേരി എത്തി. അപ്പോൾ അങ്കിളും ആൻറ്റിയും ഫാബിയോണും ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ യാത്ര പറയാൻ വേണ്ടിയിട്ട് KSRTC ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ. അവർക്ക് ബാംഗ്ലൂരിലേക്ക് വണ്ടിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവനിങ്ങനെ വിരലും കൊണ്ട് കാണിക്കുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ അവരെ യാത്ര അയക്കാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അത്രയേ ഉള്ളൂ ഗൈസ്.